എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഒന്നും ഔദ്യോഗികമായിട്ട് എനിക്കില്ല. എന്നാലും ഒരു MLA മാത്രമായിരിക്കില്ല എന്നുള്ളത് നാടിന്റെ പ്രതീക്ഷയാണ്. കുറ്റ്യാടിയുടെ വികസന കാര്യങ്ങളിൽ പതിറ്റാണ്ടുകളായി ഈ കുറ്റ്യാടി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിന് തുടക്കം കുറിച്ച ഒരാളാണ്. ബൈപ്പാസ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കം ആരെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയം നോക്കാതെ ഒരാൾ പറയാൻ തീരുമാനിച്ചാൽ അതിൽ പാറക്കൽ അബ്ദുള്ള എന്ന MLA ടേം അത് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. ഇനി ഇങ്ങനൊരു അവസരം കൂടെ വരുമ്പോ അത് നാടിന് നല്ലതായിരിക്കും, നാടിന് നന്മയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, ഈ നാടിന്റെ സമാധാനത്തെ അതിനെ കെടുത്താൻ ഇനിയും ബോംബ് ഉപയോഗിക്കുന്നവർക്ക് അവസരം കൊടുക്കരുത് എന്ന് വിനീതമായിട്ട് പറയാനും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ അടുത്തും ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് അച്ഛനും അമ്മയും കിടന്നുറങ്ങുന്ന വീട്ടിലേക്ക് രാത്രി 12 മണിക്ക് ശേഷം ചെന്ന് ബോംബെറിഞ്ഞു. നിങ്ങൾക്കറിയാം അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരാരാണ്? ഒരു അധ്യാപകനാണ്. ആലോചിക്കണം, ബോംബെറിയുന്ന കേസിൽ അധ്യാപകൻ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അവര് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്തായിരിക്കും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും നാടിന്റെ സമാധാനത്തെ കെടുത്തുന്ന പ്രവണതകളെ അതിനെ അംഗീകരിക്കാൻ ഇനി കുറ്റ്യാടി തയ്യാറാവില്ല, ഇനി ആയഞ്ചേരി തയ്യാറാവില്ല. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൂടെ ഉണ്ടാവണം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കൊണ്ടാവും വിധം ശ്രമിക്കണം. ഈ തെരഞ്ഞെടുപ്പ് കേവലം കുറ്റ്യാടിയിൽ നടക്കുന്ന 2 വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമല്ല. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കേരളത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. അതിന് കുറ്റ്യാടി മുൻപന്തിയിൽ ഉണ്ടാവണം. ഇത്തവണ കേരളത്തിൽ കോഴിക്കോട് ജില്ല ആ മാറ്റത്തിന് കരുത്തു പകരുമ്പോ ഉറപ്പിച്ചെണ്ണിക്കോട്ടെ, കുറ്റ്യാടി കൂടെ ഉണ്ടാവോ? വാക്കാണോ? ഉറപ്പാണോ? അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം. ഇപ്പൊ നിങ്ങൾക്ക് 1000 സ്നേഹാഭിവാദ്യങ്ങൾ.